അള്ളാഹുവിനെ കുറിച്ച് സുന്നികളുടെ വിശ്വാസം, അതായത് ഒരു കുട്ടി നമ്മുടെ മദ്രസയിൽ പഠിക്കുമ്പോൾ എന്താണ് തൗഹീദ് എന്ന് പഠിക്കുന്നു, അതേ സമയത്ത് ഇവിടെയുള്ള മുജാഹിദിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ മദ്രസയിൽ പോകുന്ന കുട്ടി എന്താണ് തൗഹീദ് എന്ന് പഠിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറയുകയാണ്. നമ്മൾ പഠിക്കുന്നത് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഇതാണല്ലോ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത്. ഇനി മുജാഹിദിന്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ എന്താ തൗഹീദ് പഠിക്കുക? അഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ഭൗതിക കാര്യങ്ങളെ സൃഷ്ടികൾക്ക് കഴിയൂ. ഭൗതിക കാര്യങ്ങൾ അള്ളാഹു ചെയ്യുന്നതാണ്. സൃഷ്ടി കഴിവനപ്പുറത്തുള്ളതൊക്കെ അത് അള്ളാഹുവിൻ്റെതാണ്. ഇതാണ് തൗഹീദിന്റെ അന്തരം പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് അള്ളാഹു ഖദീം, അള്ളാഹു തുടക്കമില്ലാത്തവനാണ്. ഞാനൊരു 4 കാര്യം പറയാം, ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. 4 കാര്യം. ഒന്ന്, അള്ളാഹു ഖദീം. അള്ളാഹു ഖദീം, അള്ളാഹു തുടക്കമില്ലാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ്. ഇതാണ് 4 കാര്യം. ഈ 4 കാര്യം സൃഷ്ടികളുമായി അള്ളാഹു വ്യത്യസ്തനാകുന്നു. എങ്ങനെയാണെന്നറിയോ? നോക്കി, നിങ്ങൾക്ക് കേൾവിയുണ്ട് അല്ലേ? അള്ളാഹു കേൾക്കുന്നവനാണ്, നമ്മളും കേൾക്കുന്നവരാണ്. നമ്മൾ കാണുന്നവരാണ്, അള്ളാഹുവും കാണുന്നവനാണ്. അതിലാർക്കും തർക്കമല്ല. അള്ളാഹു സമീഉം ബസീർ, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളും അള്ളാഹും തമ്മിലുള്ള ഈ സിഫത്തുകളിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ കാഴ്ച അത് ഖദീമല്ല, തുടക്കമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഒരു തുടക്കമില്ല. നോക്കണം നിങ്ങൾ, നമ്മുടെ തൗഹീദ് സിഫത്തുകൾ വ്യത്യാസപ്പെടുന്നത്. ഇനി നോക്കൂ, നമ്മളുടെ കാഴ്ച സ്വയം ഉള്ളതല്ല, അള്ളാഹ് നിലനിർത്തിയാൽ മാത്രം നിലനിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കാഴ്ച ആരും നിലനിർത്തേണ്ടതില്ല, സ്വയം ഉള്ളതാണ്. നമ്മുടെ കാഴ്ച അവസാനിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ കാഴ്ച അവസാനിക്കൂല. നമ്മുടെ കാഴ്ചക്ക് ചെവിയും കാതും വേണോ? ഇവിടെ അന്തരീക്ഷത്തിലൂടെ വായുവിൻ്റെ സൗണ്ട് വേബ്സുകൾ കർണപടത്തിൽ അടിക്കുമ്പോഴാണ് അത് ശബ്ദ തരംഗങ്ങൾ ചെവിയുടെ കർണപടത്തിൽ വരുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് തലച്ചോറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും സൃഷ്ടികളോട് തുല്യത ഒരു നിലയിലുമില്ല. ഇനിയിപ്പോ ദജ്ജാൽ ഇപ്പൊ വരികയാണ്, നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ദജ്ജാൽ ഇന്ന് വരികയാണെങ്കിൽ മുജാഹിദുകളുടെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടി ദജ്ജാലിനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആ ദജ്ജാൽ എന്ത് ചെയ്യും? മഴ വർഷിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ഇത് ഹദീസിലുണ്ടല്ലോ. അന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ മദ്രസയിലെ കുട്ടി പറയും, അഭൗതിക കാര്യങ്ങൾ സൃഷ്ടികൾ ചെയ്യൂല, അത് അള്ളാന്റെ അടയാളമാണ്. നേരെ ബയ്യത്ത് ചെയ്യും ദജ്ജാലിനെ. നേരെ മറിച്ച് സുന്നികളുടെ കുട്ടികൾ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, ഭൗതികം അഭൗതികമല്ല, സൃഷ്ടാവിന്റെ അടയാളം. അങ്ങനെ പറഞ്ഞാൽ ജിന്നുകളിൽ തർക്കം വരും, സിഹറിൽ തർക്കം വരും. സിഹർ വലിക്കുന്നത് ഭൗതികമല്ല, അഭൗതിക വഴിയിലൂടെയാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ രണ്ടായത്. എന്തുകൊണ്ട് 2 തൗഹീദ് രണ്ടാവുക? ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ തൗഹീദിൽ 2 അഭിപ്രായമില്ല. എന്തുകൊണ്ട്? ശരീഅത്ത് മാറിയാലും തൗഹീദ് മാറാൻ പാടില്ലല്ലോ. അള്ളാഹു ഒന്നേ ഉള്ളൂ, ആദം നബിക്ക് ഒന്നേ ഉള്ളൂ, നമുക്ക് ഒന്നേ ഉള്ളൂ. അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനാണ്. ആദം നബി വിശ്വസിച്ചത് അങ്ങനെ തന്നെയാണ്. ഇനി മുത്ത് നബി ആകുന്ന സമയത്ത് കേൾവി ഇല്ലാതെ ആകാൻ പാടില്ലല്ലോ. എല്ലാം ഒരുപോലെയാണ്, വിശ്വാസത്തിൽ മാറ്റല്ല. കാരണം ഒന്നും 2 എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ്. അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേസമയം ഓർഡറുകൾ മാറും. ഓർഡറുകൾ, അതാണ് ശരീഅത്ത്. ഫിഖ് എന്ന് പറഞ്ഞത് അത് കൽപ്പന. ഇന്ന് കൽപ്പിച്ച ഓർഡർ ആവണമെന്നില്ല നാളെ വരുന്നത്, അത് മാറാനുള്ള സാധ്യതയുണ്ട്. ശരീഅത്തുകൾ മാറാം, പക്ഷേ വിശ്വാസം മാറൂല. പക്ഷേ നോക്ക് നിങ്ങൾ, 100 കൊല്ലം മാത്രം നിലനിൽക്കുന്ന മുജാഹിദുകൾ, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകർ എൻ്റെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, ഈ മൗലവിമാര് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സിഹറിന്റെ പേരിൽ എങ്ങനെ മുജാഹിദ് 2 ആയി? എന്താ സിഹറിന്റെ പേരിൽ എങ്ങനെ 2 ആയി?
കാരണം അഭൗതിക മാർഗത്തിലൂടെയാണ് സിഹർ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കുന്നത്. അഭൗതിക കാര്യങ്ങൾ അല്ലാഹ്ക്കേ കഴിയൂ എന്ന് പറഞ്ഞപ്പോ പച്ചയായി ഖുർആനിൽ പറഞ്ഞ സിഹർ എന്ന് പറയുന്നത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണ്, ശിർക്കാണെന്ന് പറയുന്നു. ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, മറ്റൊരു വിഭാഗം അതിൽ നിന്ന് തിരുത്തി രംഗത്ത് വരുന്നു. എന്തേ സുഹൃത്തുക്കളെ, സുന്നികൾ ഇന്ന് വരെ തൗഹീദ് തിരുത്തിയിട്ടില്ല. നമുക്ക് തിരുത്തേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ച മദ്രസയിലെ തൗഹീദ് അത് എന്നെന്നും അചഞ്ചലമാണ്. അതിന് ഏത് ജിന്ന് വന്നാലും ശൈത്താന്മാർ കടന്നു വന്നാലും അതിനൊരു മാറ്റവും സംഭവിക്കൂല, പേടിക്കാനില്ല. ഇവർക്ക് പേടിയാ. കണ്ണേറ് വന്നപ്പോൾ പേടിയായി, കണ്ണേറിലും രണ്ടായി. കണ്ണേറ് വന്നപ്പോൾ രണ്ടായി. എന്താ കാരണം? ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതിലേറെ പരിചയമുള്ളത് അപ്പുറത്ത് ചില ആളുകളുണ്ട്. അവർക്കിത് ശബ്ദം, അവരെ കൂട്ടത്തിൽ ഇപ്പം നല്ല അടി നടക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്കാണോ കുഫ്റാണോ? ആദം നബി അലൈഹി സ്വലാം മുതൽ ഇന്ന് വരെ തൗഹീദ്, ഇവർക്ക് ശിർക്കും തൗഹീദും വേർതിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം കാര്യം. എത്ര വർഷമായി, എത്ര നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനിയും തൗഹീദ് തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം പിന്നെ പിരിച്ചുവിടല്ലേ നല്ലത്. നിങ്ങൾക്ക് സ്വാഗതം, ഇവിടെ തിരുത്തലില്ല, തൗഹീദിൽ തിരുത്തലില്ല, അചഞ്ചലമാണ്. ആദം നബിയുടെ തൗഹീദ് എന്തോ, മുത്ത് നബിയുടെ തൗഹീദ് എന്തോ, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം കണ്ണേറ് വന്നപ്പോ കണ്ണേറ് അതിന് ഭൗതികമായി ഒന്നും കാണാനില്ല. നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക. എന്താ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ മറ്റേയാൾ കണ്ണേറ് കൊണ്ട് ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് പെറ്റീഷൻ കൊടുത്തു നോക്കൂ. കോടതിയിലെ സ്വീകരിക്കൂല. എന്താ കാരണോ? ഭൗതികമായി തെളിവില്ല, ഭൗതികമായ രീതിയിലല്ല, കാര്യകാരണങ്ങൾക്കപ്പുറത്താണ് കണ്ണേറ് ഫലിക്കുന്നതും ഉപദ്രവം വരുത്തുന്നതുമല്ല. ഇത് കാരണം മുജാഹിദ് രണ്ടായി. കാരണം അഭൗതിക മാർഗത്തിൽ ഗുണം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം വരുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പറഞ്ഞപ്പോ അവിടെ അല്ല എന്ന് പറയുന്നു, ആണ് എന്ന് പറയുന്നു. ഇത് കാരണം മുജാഹിദ് രണ്ടാകുന്നു, തൗഹീദ് രണ്ടായി. കാരണം കണ്ണേറുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ, അപ്പം ഞാൻ പറഞ്ഞു തൗഹീദ് നമ്മുടേത് വളരെ ക്ലിയറാണ്. ഭൗതികം അഭൗതികം എന്നത് ഈ തൗഹീദിന്റെ മാനദണ്ഡമേ അല്ല. ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്കി. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഭൗതിക മാർഗത്തിലൂടെയാണ്. മോചിതത്ത് എന്ന് പറഞ്ഞാൽ അഭൗതിക മാർഗത്തിലൂടെയാണ്. സംസം വെള്ളത്തിന് ഗുണമുണ്ട്, അതെങ്ങനെയാ പരിശോധിച്ച് കണ്ടെത്തണം എന്നില്ല. അത് മുത്തുനബി പ്രഖ്യാപിച്ച ഭൗതികമല്ല, അഭൗതിക ചികിത്സയാണത്. മന്ത്രിച്ചോതുക അഭൗതിക മാർഗമാണ്. ബറക്കത്തെടുക്കുക അഭൗതികമാണ്. ഇതൊക്കെ അഭൗതികമാണ്. അഭൗതികമൊക്കെ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ ഇതെല്ലാം ശിർക്കായി മാറും, ഇതെല്ലാം കുഫ്റായി മാറും. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇവിടെ അഭൗതികം എന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിയാകൂല. നേരെ മറിച്ച് പറയേണ്ടത് എന്താ? നേരെ മറിച്ച് സംസം വെള്ളമാണെങ്കിലോ മന്ത്രമാണെങ്കിലും അതൊന്നും ഖിയാമും ബിന്നഫ്സല്ല, സ്വയം ആർക്കും സംസം വെള്ളത്തിനല്ല, ലോകത്ത് ഒരു വസ്തുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദിവ്യത്വം എന്നത് സംസം വെള്ളത്തിൽ വരൂല. കാരണം നമ്മൾ പറഞ്ഞ ഖദീമല്ല, അത് ബാക്കിയല്ല, മുഖാലിഫുൽ ഖൽഖ് ബിൽ ഇത്ലാഖ് അല്ല, ഖായിമുൻ ഗനിയല്ല. ഈ നാല് ഗുണങ്ങളും ആർക്കില്ല? സംസം വെള്ളത്തിനില്ല. സിഹർ ചെയ്യുന്നവന്റെ പ്രവർത്തിക്കില്ല. കണ്ണേറ് നടത്തുന്നവന്റെ കണ്ണേറ് സംഭവിക്കുമ്പോ കണ്ണേറ് പറ്റുന്നവന്റെ കണ്ണിനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശിർക്കിന്റെ പ്രശ്നമില്ല. ഇതാണ് നമ്മൾ ഒരു തൗഹീദിന്റെ വ്യത്യാസം. ഇത് ഞങ്ങൾക്ക് ആമുഖമായി പറഞ്ഞതാണ്. നോക്കൂ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറയുകയാണ്, മനുഷ്യരും ജിന്നുകളും എല്ലാം സംഘടിക്കുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും സംഘടിച്ചു. ജിന്നുകളെ കൂട്ടി, ശൈത്താന്മാരും കൂട്ടി. ജിന്ന് എന്ന് പറഞ്ഞ് മുജാഹിദുകൾ വിഭാഗത്തിന് അല്ലട്ടോ പറഞ്ഞത്, സാക്ഷാൽ ജിന്നുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ജിന്നുകളെ ഒക്കെ നിങ്ങൾ കൂട്ടി. എന്നിട്ടോ വൽ മലായികത്തു വശയാത്തീൻ, എല്ലാവരും സംഘടിച്ചു. അലാ അൻ യുഹർരികൂ ഫിൽ ആലമി ദുർറതൻ, ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഒരു ആറ്റത്തെ
ആറ്റത്തിനെ ഇളക്കാൻ വേണ്ടി, ഒരു ആറ്റത്തിനെ ചലിപ്പിക്കാൻ വേണ്ടി, ആറ്റമെന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ അണുവാണല്ലോ, ഇനി വിഭജിക്കാൻ പറ്റാത്ത വിധം ഒരു മൂലകത്തിന്റെ സ്വഭാവം നിലനിൽക്കുന്ന രൂപത്തിൽ ഇനി വിഭജിക്കാൻ പറ്റാത്ത അത്രയും ചെറിയൊരു കണമാണല്ലോ ആറ്റം. ആ ആറ്റത്തിനെ ഒന്ന് ചലിപ്പിക്കാൻ കരുതിയാൽ അതെ അവരെല്ലാവരും സംഘടിച്ചു. ഔ യുസക്കിനൂഹാ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യനും ഭൂമിയും എല്ലാം കറങ്ങുകയാണ്. ഈ കറങ്ങുന്ന ഈ പ്രപഞ്ചത്തിന് ഏതെങ്കിലും ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് വരുത്തണമെന്ന് കരുതിയാൽ ആർക്കും അതിന് കഴിയില്ല. മുജാഹിദുകളെ, നല്ല രീതിയിൽ നിങ്ങളോട് പറയുകയാണ്, ഇതാണ് സുന്നികളുടെ വിശ്വാസം. മനുഷ്യർക്കോ അല്ലാത്ത സൃഷ്ടികൾക്കോ ഒരു നിയന്ത്രണവും ലോകത്തില്ല, ഒരു കഴിവും ലോകത്തില്ല, ആർക്കും സഹായിക്കാനും കഴിയില്ല. അള്ളാഹു തന്നാലല്ലാതെ, അള്ളാഹുവിന്റെ ഇറാദത്തുണ്ടായാലല്ലാതെ ഒരാൾക്കും ഒന്നിനും കഴിയില്ല. ഇതാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. ആരോ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ രണ്ട് ഭാഗവും ഈ വികല വിശ്വാസക്കാർ അടർത്തിയെടുത്തു. ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അത് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന സുന്നികൾ വിശ്വസിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എല്ലാം നിയന്ത്രിക്കുന്നത് അത് അള്ളാഹുവാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം. എന്താണത്? ഇപ്പൊ നമ്മൾ സാധാരണ പറയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു, അത് കൊക്കയിലേക്ക് വീണു എന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിൽ വീണു. അതല്ലെങ്കിൽ ഈ നാടിന്റെ നിയന്ത്രണം, ആ നിയന്ത്രണം ഭരണകർത്താക്കളുടെ കയ്യിലാണ് എന്ന് പറയാറുണ്ടല്ലോ സാധാരണഗതിയിൽ. ആ പറഞ്ഞതിന് അർത്ഥം എന്താണ്? നിയന്ത്രണം എല്ലാവർക്കും ഉണ്ട്, നിയന്ത്രണം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഈ സ്റ്റേജിൽ ഇവിടെ നമ്മൾ ഈ പരിപാടി നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്, നിയന്ത്രണം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്, അള്ളാഹിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ആ നിയന്ത്രണങ്ങളെല്ലാം. ഇത് ചിലപ്പോ ഒരാൾ പ്രസംഗിച്ച സമയത്ത് ആവശ്യമായ വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പൊ അത് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇവിടെ സുന്നികൾക്ക് ആർക്കുമില്ല എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിലാരും വഞ്ചിതരാകരുത്. പിഴച്ച ആളുകൾ 72 അതേസമയം അതിൽ സത്യമായ വിശ്വാസത്തിൽ നിലകൊള്ളുന്നത് ഒരു വിഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഫർഖു ബൈനൽ ഫിറഖ്, അൽ ഫർഖു ബൈനൽ ഫിറഖ്, ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള പല പല വിഭാഗങ്ങളുണ്ട്, അവരുടെ ഇടയിലുള്ള അന്തരങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം മാത്രമല്ല, ഇസ്ഫറായിനിയും അതുപോലെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതൊക്കെയും 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് രചിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയേണ്ടത് 72 വിഭാഗത്തിൻ്റെയും പേരുകൾ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഉസ്താദേ സാധിക്കും? ഇന്ന് മുജാഹിദ് വന്നില്ലേ, ജമാഅത്തെ ഇസ്ലാമി ഇല്ലേ, അതുപോലെ പല പല പുത്തൻ പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ, അവരൊക്കെ 72ന്റെ ഇനങ്ങളിലല്ലേ പെടുക. അപ്പോൾ അന്ന് 5-ാം നൂറ്റാണ്ടിൽ തന്നെ 72 പിഴച്ച കക്ഷിയെയും എണ്ണിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്ന പുത്തൻ കക്ഷികൾ എവിടെയായിരിക്കും? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിൻ്റെ മറുപടിയാണ് നമ്മളിവിടെ കാണേണ്ടത്. ആ 72 വിഭാഗം പിഴച്ചതുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഇത് ഖിയാമത്ത് നാൾ വരെ വരുന്ന പുത്തൻ പ്രസ്ഥാനങ്ങളെല്ലാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇന്ന് ആരൊക്കെയോ പുത്തൻവാദികളായി കടന്നു വരുന്നോ അവരിലൊക്കെ 72ന്റെ വിശ്വാസം ഉണ്ടാകുമോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായ വിശ്വാസങ്ങൾ അവരിലുണ്ടാകും. ഇത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാകും. ഒന്നാമത്തെ കാര്യം, ഈ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള പുത്തൻവാദികളായി എണ്ണപ്പെട്ടതാണ് ഖവാരിജുകൾ. ഈ ഖവാരിജുകളുടെ അടയാളങ്ങൾ മഹാനായ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഖവാരിജുകൾ ആരാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തർക്കം ആർക്കെങ്കിലും ഉണ്ടോ?
അതിലാർക്കും തർക്കമുണ്ടാവില്ലല്ലോ. സഹീഹുൽ ബുഖാരിയിൽ ആ ചട്ടക്ക് ഉള്ളിൽ തന്നെ മഹാനവറുകൾ കൊണ്ടുവന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളെ കുറിച്ച്, ഖവാരിജുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാന്ന് പറഞ്ഞു, ഇസ്ലാം എന്ന് പുറത്താന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല അന്നത്തെ ഭൂരിഭാഗം സ്വഹാബത്തും കാഫിറാണ്. മഹാനായ ഇമാം തൊബരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താരീഖിൽ രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു പള്ളിയിൽ ഈ പറഞ്ഞ ഖവാരിജൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ അലി റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുകയാണ്. ആ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് മൂലയിലിരിക്കുന്ന ഖവാരിജുകൾ വിളിച്ചു പറയാണ് അലി റളിയല്ലാഹു അൻഹുവോട്, യാ കാഫിർ അഖദ് ഹക്കംത റിജാലൻ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ വ്യക്തികൾക്ക് ഹുക്മ പറയാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് അലി നിങ്ങൾ മുശ്രിക്കാണ്. ലൈൻ അശറക്ത ലഅഹ്ബതന്ന അമലുക എന്ന് ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് അലി റളിയല്ലാഹു അൻഹുവോട് പറയാണ്, ഈ കവലയിൽ വന്ന് സുന്നികളൊക്കെ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന് പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വല്യാപ്പമാര് ഖവാരിജുകളെന്ന് ഞങ്ങളുടെ നേതാവ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ സൃഷ്ടിക്ക് വെച്ചു കൊടുത്തു എന്നാണ് മുജാഹിദുകളും പറയുന്നത്, ഖവാരിജുകളും പറയുന്നത്. ഏതാണ് സിഫത്ത് വ്യത്യാസമുണ്ട്. ഇവിടെ കഴിവാണ്, അവിടെ ഹാക്കിമിയത്താണ്. ഹുക്മ പറയാൻ, ദീനിൽ ഹുക്മ പറയാൻ അധികാരം അല്ലാഹുവിൻ്റെതാണ്. അത് അല്ലാഹുവിന്റെ ഗുണമാണ്. ആ ഗുണത്തിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാഹുവിനെ പങ്കു ചേർക്കാൻ പാടില്ല. മുജാഹിദുകൾ പറയാണ് പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. നല്ല പ്രസ്താവനയാണ്, ആർക്കും തർക്കമല്ല. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിനോട് നല്ല വാക്കാണ്. പക്ഷെ ആ വാക്കല്ല. ഇതിനെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, പറഞ്ഞത് നല്ല വാക്കാണ് ഖവാരിജുകൾ, പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്, മുസ്ലിമീങ്ങളെ കാഫിറാക്കലാണ്. അവിടെ ഖവാരിജുകൾ പറഞ്ഞ വാക്ക് നല്ലതാണ്, ഇനി നോക്കുമോ ഇല്ല, പക്ഷേ അവിടെ ഉദ്ദേശിച്ചത് സ്വഹാബത്ത് കാഫിറാണെന്നാ. എന്താ ഈ അതിന്റെ പാശ്ചാത്തലം എന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. അവ ഇത് പരിഹരിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടി രണ്ടാളുകളെ ചുമതല ഏൽപ്പിച്ചു. ഒന്ന് അംർ ഇബ്നുൽ ആസും മറ്റൊന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമാ. ഇവർ രണ്ടുപേരും എന്താണോ തീരുമാനം എടുക്കുന്നത് നമുക്കത് അംഗീകരിക്കാം. നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണല്ലോ അത്. ആ രണ്ടാളുകളെ നമ്മൾ നിയോഗിക്കുക, അവരൊരു തീരുമാനം എടുത്താൽ നമ്മൾ അംഗീകരിക്കുക. ഇതോടുകൂടെ എന്താ പ്രശ്നം എന്നറിയോ? ഈ ഖവാരിജിന്റെ ദീൻ എവിടെ പോയതെന്നറിയോ? ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം ദീനിൽ അല്ലാഹുവിനുള്ളതാണ്. അത് സൃഷ്ടികളെ ഏൽപ്പിച്ചില്ലേ അധികാരം. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പടിക്ക് പുറത്തുപോയി. അവരെ സപ്പോർട്ട് ചെയ്ത സ്വഹാബത്തൊക്കെ പുറത്തുപോയി. ഇതാണ് ഖവാരിജുകൾ. ഇവരെ കുറിച്ച് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, പറഞ്ഞ വാക്ക് ശരിയാണ്, ഉദ്ദേശം മുസ്ലിമീങ്ങളെ സ്വഹാബത്തിനെ കാഫിറാക്കല. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദുകളോ അവരും പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനെ ആരാധന പാടുള്ളൂ, പറഞ്ഞ വാക്ക് ശരിയാ, പക്ഷേ ഉദ്ദേശം മുസ്ലിമീങ്ങളെ കാഫിറാക്കലാണ്. ഇതും കൂടെ വ്യക്തമായി ബുഖാരി ഇമാം ഒന്നുകൂടെ പറഞ്ഞു. ഖവാരിജിന്റെ അടയാളം പറയുമ്പോൾ അതും കൂടി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറഞ്ഞത്? ഇന്തലഖൂ ഇലാ ആയാത്തിൻ, ശരിക്കും നോട്ട് ചെയ്ത് നോക്ക്. ഇന്തലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ. ഇത് സ്വഹീഹ് ബുഖാരിയിലുള്ളതാട്ടോ. ഇന്തലഖൂ ഇലാ ആയാത്തിൻ, ഖവാരിജിന്റെ അടയാളം എന്താ? ഇന്തലഖൂ ഇലാ ആയാത്തിൻ, മക്ക മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ അത് മുസ്ലിമീങ്ങളുടെ മേൽ വെച്ച് കെട്ടി. ഇനിയിപ്പോൾ എന്താ കൂടുതൽ പറയാനുള്ളത്? എവിടെ നമ്മുടെ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്ന ഏതെങ്കിലും മുജാഹിദുകളുണ്ടെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ ആയത്ത്, അവരിലിറങ്ങിയ ആയത്ത് മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അതാണ് അടുത്ത അടയാളം. ഈ ഖവാരിജുകളുടെ അടയാളം കൃത്യമായി നിലനിൽക്കുകയാണ്. ഈ പറയപ്പെട്ട എല്ലാ മുജാഹിദാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി നോക്കൂ നിങ്ങൾ, ഇവർ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയായിരിക്കും.
നബിദിനാഘോഷം എന്താ കാര്യം? നബിദിനാഘോഷം റോഡ് തടസ്സപ്പെടുത്തി നബിദിനാഘോഷം നടത്താൻ പറ്റുമോ എന്നാൽ ഓരോട് നിങ്ങൾ ചോദിക്കണം. ആ ആളുകളെ വിളിച്ച് ഇന്നാ നമുക്ക് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നബിദിനാഘോഷം നടത്തിയാലോ? അവരെ കിട്ടൂല. കെലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. അവർ പറഞ്ഞത് എന്താണ്? റോഡ് തടസ്സപ്പെടുത്തരുത് എന്നാണ്. ഇതൊരു എല്ലാവരും അംഗീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഉദ്ദേശം നബിദിനം മുടക്കലാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ്. അവിടെ വന്ന് എന്താ പറയാന്നറിയോ? ബാക്കിൽ മസ്ബൂഖീങ്ങൾ തുടർന്ന് നിസ്കരിക്കണില്ലേ? അവർക്ക് തടസ്സം വരൂലേ? ഞങ്ങൾ ഒച്ച ഉയർത്തിയാൽ കെലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. പക്ഷേ അവരോട് പറയുന്നത് വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ദ്വാരക്കലുണ്ട്. അവിടെ മസ്ബൂക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൂടി തരുമോ? മുജാഹിദിനെ കിട്ടൂല. കാരണം അവർ ദ്വാ മുടക്കാൻ വേണ്ടിയാ പറഞ്ഞത്, നന്നാകാനല്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന് പറഞ്ഞത് തൗഹീദ് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. മുസ്ലിമീങ്ങളെ സ്വഹാബത്തിനെ ഇസ്ലാം എന്ന് പുറത്താക്കാനാ ഖവാരിജുകൾ അത് പറഞ്ഞത് എങ്കിൽ മുജാഹിദുകൾ ഇവിടെ അള്ളാഹു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞത് തൗഹീദ് ഉണ്ടാക്കാനല്ല, തൗഹീദിലുള്ള ആളുകളെ മുശ്രിക്കാക്കാനാണ്. നബിദിനാഘോഷം നടത്തുമ്പം ഇവിടെ തടസ്സം വരുമെന്ന് പറഞ്ഞത് തടസ്സം ഒഴിവാക്കാനല്ല, നബിദിനം മുടക്കാനാ. അവിടെ കൃത്യം. അപ്പൊ ഇത്രയും കൃത്യമായി ഖവാരിജിന്റെ അടയാളം. ഇനി നോക്കൂ നിങ്ങൾ, ഇതാണ് ഖവാരിജിന്റെ അവരുടെ ഒരു അടയാളം ഇതാണ്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുൽ ഖാദിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഫർഖു ബൈനൽ ഫിറഖിൽ പറയുകയാണ്, വഅജ്മഉ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ ഏകോപിച്ച കാര്യമാണ് അലാ ഇഹാലത്തി വസ്ഫിഹി ബിസൂറത്തി വൽ അദാബ്, അല്ലാഹുവിന് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് അതൊന്നും അവർ പറയൂല. കാരണം നമ്മൾ ഉമ്മാര് വരെ മദ്രസന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലാഹുവിന് സ്ഥലമല്ല, സമയമല്ല, അല്ലാഹുക്ക് അവയവങ്ങൾ ഇല്ല, അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അവരാണ് റാഫിദിയാക്കൾ. അവര് അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് പറഞ്ഞവരാണ്. എന്നാൽ അതേ വാദം ഉന്നയിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗം എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് ഇവർ വാദിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. 2007 അൽമനാർ മുജാഹിദുകളുടെ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളെ ആരെയും പ്രകോപനത്തിന് വേണ്ടിയല്ല ഇത് പറയുന്നത്, സ്നേഹത്തോടെ നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ നിങ്ങളുടെ നേതാക്കൾ എഴുതി വെച്ചതാണ്. നോക്കൂ നിങ്ങൾ, അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ 2 കൈകളും വലതാണ്, ഇടതില്ല എന്ന് പറഞ്ഞാൽ 2 കൈയും വലതേ ഉള്ളൂ, ഇടത്തില്ല എന്നാണ്. എന്നാൽ ഇത് പറയുന്നത് 2007 മെയ് മാസം അൽമനാറാണെങ്കിൽ 2009 ആയപ്പോൾ മാറുകയാണ്. 2009 ആകുന്ന സമയത്ത് മാറി. അന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇതും അൽമനാറാണ്. 3 വർഷം കഴിയുമ്പോൾ അള്ളാഹ്ക്ക് ഇടത് ഭാഗത്ത് കൈ വരുന്നു. ഇതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഖവാരിജിന്റെയും റാഫിദിയത്തിന്റെയും ഹസവിയത്തിന്റെയും മുസബ്ബിഹത്തിന്റെയും ആശയങ്ങൾ കുഴച്ചെടുത്തതാണ് കേരളത്തിലെ വഹാബിസം. അതൊരു പുതിയ സംഗതിയല്ല. ഒന്നുകൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ചെറിയൊരു പോയിന്റ്. മഹാനായ ഇസ്സുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, അർ-റസായിലു ഫി തൗഹീദ് എന്ന് പറഞ്ഞ ചെറിയൊരു കൃതിയാണത്. അതിൽ പറയുന്നുണ്ട്, കുല്ലുൽ മുബ്തദിഅ, എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും യസ്ഉമൂന അന്നഹും അലാ മദ്ഹബിസ് സലഫ്. അല്ലാഹ്, നോക്കിങ്ങൾ, ഇതൊക്കെ അന്ന് കാലത്ത് പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അന്നുള്ള മുബ്തദികളുടെ പരിപാടി തന്നെ എന്താ? സലഫിലേക്ക് ചേർക്കുക, സലഫികളാന്ന് പറയാ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, കേരളത്തിൽ വഹാബിസം തുടങ്ങിയപ്പോൾ ഉണ്ടായതല്ല. എന്തുകൊണ്ടാണ് അവർ സലഫിലേക്ക് ചേർത്തത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സുന്നി എന്നല്ലേ പറയുന്നത്. സുന്നി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്കാണല്ലോ ചേർക്കുന്നത്. സുന്നത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സുന്നത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്കല്ലേ ചേർക്കണത്. പിന്നെന്തിനാ സലഫിലേക്ക് ചേർക്കണത്? കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യാത്ത സലഫുണ്ടോ? റസൂലുള്ളാഹിന്റെ ആശയത്തിന് അപ്പുറത്തുള്ള സലഫുണ്ടോ?
അപ്പൊ ഇവിടെ സുന്നി എന്ന് പറയുന്നിടത്ത് പിന്നെ അതെന്തിനു മാറ്റി സലഫിയാക്കി? കാരണം അവരെ മുൻഗാമി മുത്തുനബിന്റെ സുന്നത്തല്ല, അത് സലഫിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഖവാരിജുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് നെയിം, നിങ്ങൾക്ക് ഏറ്റവും നല്ല പേര് സലഫി എന്ന് തന്നെയാണ്. പക്ഷേ സലഫ് സാലികളല്ല, സലഫ് സാലിഹല്ല. സലഫികൾ എന്ന് പറയാം ആദ്യ 3 നൂറ്റാണ്ടിലുണ്ടായ പുത്തൻ കക്ഷികളാണ്. അതാണ് മഹാനവർകൾ ഇസ്ബിനു അബ്ദുസ്സലാം പറയുന്നത്, കുല്ലുൽ മുബ്തദി, എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും യസ്ഉമൂന അലാ അന്നഹും അലാ മദ്ഹബി സലഫ്, അവർ സലഫിന്റെ മദ്ഹബാണെന്ന് അവരെല്ലാവരും പറയുന്നു. ഇത് നാട്ടിലെ ഇവരും പറയുന്നു. ഇനി നിങ്ങൾ 72 കൂട്ടാൻ വളരെ എളുപ്പമുണ്ട്. നോക്കൂ നിങ്ങൾ ഈ പുസ്തകം 2009 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും, പിന്നീട് തൻ്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തൻ്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. നേരത്തെ എന്തേ പറഞ്ഞ 2007 പറഞ്ഞതെന്താ? അള്ളാഹുവിൻ്റെ 2 കൈകളും ഇടത് കൈ ആകുന്നു. ഇപ്പൊ ഇതാ 2009 ആകുമ്പോ ഒരു കൈ കൂടി, ഒരു കൈ എണ്ണം കൂടിയതാണോ? അവിടെ 2 വലത് കൈ ഉള്ളത് 3ാമത്തെ കൈയാണോ ഇടത് ഭാഗത്തുള്ളത്? അതല്ല, ആ കൈ എന്ന് ഇങ്ങോട്ട് വന്നതാണോ എന്നറിയില്ല. ഏതായാലും 3 വർഷം കഴിയുമ്പോ മുജാഹിദുകളുടെ പടച്ചവന് ഒരു കൈ ഇടത് ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചു മുജാഹിദുകളെ? നിങ്ങളുടെ തൗഹീദ് എവിടെ പോയി? ഇതാണോ നിങ്ങൾ പഠിച്ച തൗഹീദ്? ഇതാണ് യഥാർത്ഥത്തിൽ പിഴച്ച് ഇവർ തന്നെ പറയുന്നുണ്ട്. സ്വയം നോക്കൂ നിങ്ങൾ, ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്, മനുഷ്യ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞ് അവൻ മെനഞ്ഞുണ്ടാക്കുന്ന അക്കീദകൾ പരസ്പര വിരുദ്ധങ്ങളും വ്യത്യസ്തങ്ങളുമാവുക തന്നെ ചെയ്യും. കാരണം സ്വയം ഉണ്ടാക്കുന്ന തൗഹീദും സ്വന്തം ഉണ്ടാക്കുന്ന ആശയങ്ങളും വൈരുദ്ധ്യമായി കൊണ്ടിരിക്കും. ഇനി സ്വയം ഉണ്ടാക്കണ മാത്രമല്ല, ഇനി ദൈവികമായി സിദ്ധിച്ച അക്കീദകൾ തന്നെ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാകുമ്പോൾ അവയിൽ വ്യത്യാസവും വ്യതിയാനവും സംഭവിക്കുന്നു. ഒന്നില്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അള്ളാന്റെ ഖുർആനിൽ ദുർവ്യാഖ്യാനം നടത്തിയത്. ദുർവ്യാഖ്യാനം നടത്തുമ്പോഴേ വൈരുദ്ധ്യം വരുള്ളൂ. ഈ കൈ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അന്ന് ഇല്ല എന്ന് പറഞ്ഞ കൈ എവിടെ നിന്ന് കിട്ടി? മുജാഹിദുകളെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം സത്യമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചു പോകരുത്. അത് പഴയ കാലത്ത് ആ വീഞ്ഞ് തന്നെയാണ്. കുപ്പി മാറിയിട്ടുള്ളൂ. പേര് 72 പെട്ടതാള് ഹസവിയത്ത് എന്ന പേര് മാറി, കറാമിയത്ത് എന്ന പേര് മാറി, വേറൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, പറയുന്നു 2 കൈകളും ഇതാ. ഇനി കാണാം, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയുന്നു. ഇപ്പൊ നമ്മൾ 2 കൈകൾ പറഞ്ഞു. ഇനി പറയുന്നു അള്ളാഹുവിന്റെ 2 കൈകളും ഇരുഭാഗവും വലതുഭാഗമാകുന്നു. വലതുഭാഗം എനിക്കത് മനസ്സിലായിട്ടില്ല. ഇതിനൊരു സറഹ് ആരെങ്കിലും തരേണ്ടത് തന്നെ ഉണ്ട്. കാരണം എന്താ അറിയോ? നോക്കി നിങ്ങൾ, ഈ വാക്ക് അള്ളാഹുവിന്റെ 2 കൈകളും അങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തുന്ന 2 ഭാഗങ്ങളും വലതുഭാഗമാണ്. നിങ്ങൾക്ക് മനസ്സിലായത്? 2 ഭാഗം എങ്ങനെ വലതുഭാഗമാകുക? അത് ഒരു ഭാഗമല്ലേ? മനസ്സിലായി? ഇത് തിരിയണമെങ്കിൽ നമ്മൾ എവിടെ പോകേണ്ടി വരുന്നത് മനസ്സിലായ നിങ്ങൾക്ക്? ഇത് മനുഷ്യബുദ്ധിയിൽ നിന്ന്, ഇത് സൃഷ്ടാവിന്റെ നിയമമല്ല. ഇത് പഴയ നിയമവും പുതിയ നിയമവും. പക്ഷേ നോക്ക് നിങ്ങൾ, 2 ഭാഗം, ഞാൻ സ്വാഭാവികമായിട്ട് 2 ഭാഗം, ഒരു ഭാഗമാണെങ്കിൽ അത് വലുതായി, ഒന്നില്ലേ ഉള്ളൂ. അവിടെ 2 ഭാഗം വലുതുഭാഗം ഇങ്ങനെ. വലുതുഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമല്ലേ? ഇടതുണ്ടാകുമ്പോഴേ വലുത് എന്ന് പറയുള്ളൂ. അല്ലാതെ ഇങ്ങനെ വലുതുണ്ടാകുക? ഇടതില്ലെങ്കിൽ പിന്നെ എങ്ങനെ വലുതുണ്ടാകും? വലതുണ്ടാകുമ്പോഴല്ലേ ഇടത് ഭാഗം ഉണ്ടാകുക. പടച്ചോന് ഭാഗം ഉണ്ടാകുമ്പോഴേ വലത് ഭാഗവും ഇടത് ഭാഗം എന്ന് പറയാനേ പറ്റൂ. ഇത് ആര് പഠിച്ചുണ്ടാക്കിയതാണ്? മുജാഹിദുകളെ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ജാഗരൂകരാകണേ. മഹാനായ അബൂ ജഅഫർ ത്വഹാവി, അദ്ദേഹത്തിന്റെ അഖീദത്തു ത്വഹാവി ഉണ്ട്. അതിന് ശറഹ് നിങ്ങളുടെ നേതാവ്, സൗദി അറേബ്യയിലെ നേതാവ് എഴുതിയിട്ടുണ്ടല്ലോ മുജാഹിദുകളുടെ. അദ്ദേഹം ജഅഫർ ത്വഹാവി, അദ്ദേഹം സലഫ് സാലിഹ്യങ്ങളിൽപ്പെട്ട പണ്ഡിതനാ. സലഫിന് നിങ്ങൾ പറഞ്ഞ സലഫ് ഏതാണെന്ന് അറിയില്ല. സലഫ് സാലിഹ്യങ്ങളിൽ പ്രമുഖനായ ജഅഫർ ത്വഹാവിയെ അറിയാത്ത ആരുണ്ടാവില്ല. ആ മഹാനവറുകൾ എഴുതുന്നു, 6 ഭാഗങ്ങളും അള്ളാഹുവിനില്ല. ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞാല് അതിന് മറ്റേ ഭാഗം കൂടി താഴെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ മേലെ ഉണ്ടാവുമ്പോഴല്ലേ താഴെ ഉണ്ടാവുള്ളൂ.
ഈ താഴെ മേലെ എന്നൊക്കെ പറഞ്ഞ ആപേക്ഷികമാണ്. ഞാനിപ്പോൾ സ്റ്റേജിന്റെ മുകളിലാണ്, നിങ്ങൾ താഴെയാണ്. പക്ഷെ ഇവിടെ ഇനി ഭൂമിയുടെ താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേലെയില്ലേ? അപ്പൊ ഇത് ആപേക്ഷികമാണ്. അത് താഴെയും മേലെ എന്നൊക്കെ പറയുന്നത് ആപേക്ഷിക. അത് താഴെയുള്ള ആള് തന്നെ മേലെയാകാം, അതിന്റെ താഴെ ആളുണ്ടെങ്കിൽ അത് മേലെയായി. അപ്പൊ ഇതിന് ഭാഗങ്ങൾ എന്ന് പറയണമെങ്കിൽ തന്നെ എന്ത് വേണോ? മറ്റൊരു ഭാഗം കൂടി ഉണ്ടെങ്കിൽ വലതു ഭാഗമാണെന്ന് പറയണമെങ്കിൽ തന്നെ ഇടതു കൂടി ഉണ്ടാവുമ്പോഴേ വലതു പറയാൻ കഴിയുള്ളൂ. ബുദ്ധിശൂന്യത, അതിന് മരുന്ന് നമ്മൾ എന്ത് നൽകുന്നു എനിക്കറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് മുജാഹിദ്. ഇത് നോക്കുന്നത് ആരുടെ വിശ്വാസമാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇത് 72 ആരുടെ വിശ്വാസമാണ്? ഈ അഖീദയിൽ ഇജ്മാൽ അഹ്ലുസുന്ന ഇജ്മാ ആയിട്ടുണ്ട്. ഒരു പണ്ഡിതനും തർക്കമല്ല എന്ന് പറഞ്ഞാൽ ആ തർക്കമുള്ളവൻ ആരല്ല? അഹ്ലുസുന്നയിൽ പെട്ടവനല്ല. ഇത് എഴുതുന്നത് സമസ്തക്കാരല്ല. അൽ ഫർഖു ബൈനൽ ഫിറഖാണ്. അലാ അന്നഹു ലാ യഹ്ബീഹി മകാനുൻ വലാ യജ്രി അലൈഹി സമാനുൻ. അല്ലാഹുവിന് സ്ഥലവുമില്ല കാലവുമില്ല. അല്ലാഹുവിന് സ്ഥലവും കാലവും ഇല്ല. ഇതാരാണ് പറയുന്നത്? അഹ്ലുസുന്നയുടെ ഇജ്മാ ആണ്. എന്നിട്ട് പറയുന്നു ഖിലാഫ ഖൗലി മൻ സഅമ മിനൽ കറാമിയ. കറാമിയത്ത് എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അവർക്കെതിരാണ്. അവർ അല്ലാഹുവിന് സ്ഥലമുണ്ട് സമയമുണ്ട് എന്ന് പറഞ്ഞ ആളുകളാണ്. വഖദ് ഖാല അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ തആല ഖലഖൽ അർശ ഇദ്ഹാറൻ ലിഖുദ്റതി. അല്ലാഹു സുബ്ഹാനഹു തആല അർശ് എന്ന് പറയുന്ന അത്ഭുത സൃഷ്ടി അവൻ പടച്ചിട്ടുണ്ട്. അത് ഇദ്ഹാറൻ ലിഖുദ്റതി, അത് അല്ലാഹുവിന്റെ ഖുദ്റത്ത് പ്രകടിപ്പിക്കാനാണ്. മറിച്ച് ലാ മകാന ലിദാതിഹി, അത് അല്ലാഹുള്ള സ്ഥലമല്ല. അല്ലാഹുള്ള സ്ഥലമല്ല അർശ്. അല്ലാഹു വഹാബികൾ പറയുന്ന അർശിന്റെ മേലെയാണത് ഇരിക്കുന്നത്. ഈ അർശ് അല്ലാഹുക്ക് സ്ഥലമല്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് കാന വലാ മകാൻ. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമല്ല. അല്ലുള്ള സമയത്ത് പ്രപഞ്ചം ഏതായാലും ഇല്ല. ആകാശം ഭൂമിയൊന്നും ഇല്ലാത്ത സമയത്തും അല്ലുണ്ടല്ലോ. അന്ന് എങ്ങനെയാണ്? അന്ന് അല്ലാഹു ഉണ്ട്. അല്ല ഇന്നും അന്നും ഒരേപോലെയാണ്. പിന്നെ ഉണ്ടായതിനു ശേഷം മാറിയിട്ടില്ല. സ്ഥലം ഉണ്ടായപ്പോ മാറിയിട്ടില്ല. കസേര കൊടുന്ന് ഇട്ടെന്നപ്പോ ഇരുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇതൊക്കെ കിട്ടിയപ്പോ അല്ലാഹു തആല എവിടെ ഇരുന്നു? ഇത് പറയാൻ പറ്റൂല. ഏതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ കറാമിയത്തിന്റെ വിശ്വാസം സ്ഥലം ഉണ്ട് എന്നാണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ. എന്നാ നോക്കി നിങ്ങൾ ഇതാ മുജാഹിദ് പറയണ എന്താ? കറാമിയത്ത്. അതാ നമ്മുടെ 72 നമുക്ക് പെട്ടെന്ന് ആരാന്ന് തിരിച്ചറിയാൻ കഴിയും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭൂമിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നാൽ അല്ലാഹുവിന്റെ അസ്തിത്വം അഥവാ അവന്റെ സത്ത നിലകൊള്ളുന്നത് ആകാശത്താകുന്നു. ഇത് എഴുതുന്നത് അൽമനാർ 2017. കൂടുതൽ കാലം നോക്കൂ നിങ്ങൾ, ഇതിങ്ങനെ ഗവേഷണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഭയങ്കര ഗവേഷണമാണ്. ഏത് ലാബിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത് നമുക്കറിയില്ല. കാരണം 2017 അൽമനാറിൽ പറയുന്നു, ഏവരും വിശ്വസിച്ചു പോകുന്ന ആർക്കിടയിലും ഭിന്നതയില്ലാത്ത വ്യക്തമായൊരു വിശ്വാസം അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്താണ്. ഇത് എല്ലാവർക്കും സംശയമില്ലാത്ത വിശ്വാസമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അബദ്ധജടിലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ. എന്നാൽ ഇവിടെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. മുജാഹിദിന്റെ പഴയ കാലത്ത് അവരുടെ വിശ്വാസം അതൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂ. വക്കമ്മോര് എഴുതാണ്, ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ് ഇത് ഈ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മുടെ പേരിൽ ഇവര് ശിർക്ക് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നോക്കൂ, പ്രധാനമായിട്ട് നമ്മൾ ഇടയാളന്മാരെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് വഹാബികൾ നമ്മുടെ പേരിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താ? നമ്മൾ ഇടയാളന്മാരെ വെക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇടയിൽ ഇടയാളന്മാരുണ്ട് എന്നുള്ള. എന്നാൽ അവിടെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇടയാളന്മാർ ഉണ്ട്. അതാണ് പ്രസ്തെന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. നമുക്ക് പരിശുദ്ധ ദീന് വരെ അല്ല തന്നത് ഈ ഇടയിൽ ഒരു ആളെ വെച്ചിട്ടാണ് അല്ലേ? ദീന് കിട്ടിയ ആളുണ്ട്, ഇടയിൽ ആളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയല്ലേ നമുക്ക് ഈ പരിശുദ്ധമായ ദീന് കിട്ടിയത്. അതുകൊണ്ട് പറയുന്നു,
നമ്മൾ ഇടയാളന്മാരെ തവസ്സുല് ചെയ്താലും ഇസ്തിഗാസ ചെയ്താലും ഇതെല്ലാം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നമുക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പറ്റൂല. ഞാനൊരു ഹദീസ് പറയാൻ പോവാ. ഈ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വഹീഹായ ഹദീസാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഹദീസിൽ വഹാബിയുടെ ഒരു കാഴ്ചപ്പാടും സുന്നിയുടെ കാഴ്ചപ്പാടും വളരെ കൂട്ടിയുരക്കുന്ന ഒരു സംഭവത്തിലുണ്ട്. ഒറ്റയടിക്കത് പെട്ടെന്ന് മനസ്സിലാകട്ടോ. ഒരാൾ കണ്ണ് കാണാത്ത ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വേണ്ടി അവിടുന്ന് ഖാല ഉദ്ഉല്ലാഹ ലീ അൻ യുആഫിയനി, എനിക്ക് ആഫിയത്ത് തരാൻ അല്ലാഹുവോട് ദുആക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅത അഖർത ലക ഫഹുവ ഖൈറുൻ വഇൻ ശിഅത ദഅഉ. നോക്കി, എന്താണ് ചോദ്യം എന്നറിയോ? എന്താ ചോദ്യം? ശ്രദ്ധിക്ക്, ഒരൊറ്റ ചോദ്യം. കണ്ണ് കാണാത്ത സ്വഹാബി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ എനിക്ക് ദുആക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. ഇനിയിപ്പോൾ എന്താ റസൂലുള്ളാഹി ചെയ്യുക? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിലയിരുത്തി. റസൂലുള്ളാഹി എന്താ വന്ന് സ്വഹാബി ഒന്ന് ചോദിച്ചെന്നറിയോ? എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയല്ല, എനിക്ക് കാഴ്ച കിട്ടണം, അതിന് അള്ളാഹിനോട് തങ്ങൾ ദുആക്കണം. ഇനി എന്താ റസൂലുള്ളാഹി എടുക്കുക തീരുമാനം? നിങ്ങൾ പറ. മുജാഹിദ് ഇവിടെ എന്തായിരിക്കും പറയാ, റസൂലുള്ളാഹി എന്തായിരിക്കും പറയാ? അതാണ് നമ്മളിവിടെ നോക്കണം. ഒരു മുജാഹിദുകാരൻ്റെ അടുത്താണ് ഒരു മൗലവിനോട് ചെന്ന് പറയാണ്, നിങ്ങൾ എനിക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് എന്താ പറയാ? അള്ളാഹിനോട് ദ്വാരുന്നടാ അല്ലേ, അള്ളാഹുവിനോട് ദ്വാ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ ഞാൻ ദ്വാരിക്കാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുജാഹിദുകളുടെ കാഴ്ചപ്പാട് പ്രകാരം മധ്യസ്ഥർ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദുകളുടെ കാഴ്ചപ്പാട് പ്രകാരം അള്ളാഹിന്റെ റസൂൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ദ്വാരക്കാം, ഞാൻ ദ്വാരുന്നരാ. റസൂലുള്ളാഹിയാണോ ദ്വാരുന്ന കൂടുതൽ ഉത്തരം കിട്ടുക? ഈ സ്വഹാബി ദ്വാരുന്നാലാണോ ഉത്തരം കിട്ടുക? റസൂലുള്ളാഹിയാണല്ലോ. അവർ റസൂലുള്ളാഹി ദ്വാരുന്ന് കൊടുക്കും അല്ലേ? അങ്ങനെയല്ല സാധ്യത. അല്ലെങ്കിൽ പറയും, എന്നാ നിങ്ങൾ ദ്വാരുന്നോ എന്ന് പറയും. ആ റസൂലുള്ളാഹി സമ്മതം കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ മുജാഹിദുകൾ എഴുതി വെച്ചോളൂ. ഇവിടെ ഉത്തരം ലഭിക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇടയാളന്മാരില്ലാത്ത നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിലപ്പുറം പ്രവർത്തിച്ചാൽ നിന്ദ്യമായ നരകശിക്ഷയായിരിക്കും ഫലം. അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറക്കുക. ഈ കണ്ണ് കാണാത്ത സാഹിബിനോട് പറഞ്ഞല്ലോ കേട്ടോ, കണ്ണു തുറക്കുക. ഇടയാളന്മാരുണ്ടാകാൻ പാടില്ല, അത് നരകത്ത് കിടക്കേണ്ട കാര്യം എന്നാ. അപ്പൊ റസൂലുള്ളാഹിനോട് വന്ന് സ്വഹാബി, ഈ ഹദീസ് ആർക്കും തള്ളാനൊന്നും പറ്റൂല. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ പറഞ്ഞറിയോ? നബിയെ, എനിക്ക് കണ്ണ് കാണൂല, ദ്വാരിക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്ക്, അതേ കാര്യങ്ങൾക്ക് കയറി പറ്റൂല നബിയെ, നിങ്ങൾ ദ്വാരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഒന്നെടുത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ദുആ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ദുആ ചെയ്യാൻ ശരിക്കും പറഞ്ഞാല് അല്ലേ, മുജാഹിദിന്റെ അടുത്ത് ഇപ്പോൾ രണ്ട് കാഴ്ചപ്പാടാണ് ഉള്ളത്. ഒന്ന്, റസൂലുള്ളാഹിയാണ് ദ്വാരം കൊടുക്കും, പടച്ചോനെ അയാളുടെ രോഗം സുഖാക്കണേ. അല്ലെങ്കിൽ പറയും, നിങ്ങൾ ദ്വാരനോളി, സുഖമായിക്കോളുന്ന റസൂലുള്ളാഹി പറഞ്ഞു ദ്വാരക്കാൻ പറയും. പക്ഷേ അള്ളാഹിന്റെ റസൂൽ ദുആ ചെയ്തത് അങ്ങനെയല്ല ചെയ്തത്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദു എടുത്തു വരാൻ പറഞ്ഞു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. വയദഉ ബിഹാദ ദുആ, ഈ ദുആ നിങ്ങൾ നിർവഹിക്കുക. എന്താ ദുആ എന്നറിയോ? ഇത് മുജാഹിദിന്റെ തൗഹീദ് പൊളിക്കുന്ന ദുആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ. നോക്കിങ്ങള്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക. സ്വഹാബി പറഞ്ഞതല്ല കേട്ടോ, സ്വഹാബിയോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ദുആ. അതിലെന്തായാലും ശിർക്ക് ഉണ്ടാവാൻ പറ്റൂലല്ലോ. അതോ റസൂലുള്ളാഹിക്കും തിരിയാത്ത ശിർക്കും തൗഹീദും ഇവർക്ക് തിരിഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഒന്ന് കേട്ടു നോക്കുങ്ങള്. ഈ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നുള്ള മുദ്രാവാക്യം അത് റസൂലുള്ളാഹിനോട് കൂടി പറയേണ്ടി വരും. കാരണം നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന റസൂലുള്ളാഹിക്ക് അറിയില്ല. നോക്കുങ്ങൾ, അതവജ്ജഹു ഇലൈക, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു പടച്ചവനെ, ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ കൊണ്ട് അവരെ ഇടയിൽ നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. മധ്യവർത്തി പാടില്ല എന്നല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ദുആ കഴിഞ്ഞില്ലട്ടോ. ആ ദുആന്റെ ബാക്കി നോക്ക്. യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. മുഹമ്മദ് നബിയെ, ഇത് മുഹമ്മദ് നബിയെ ദുആന്റെ ഇടയിലാട്ടോ.
മുഹമ്മദ് നബിയെ ഞാൻ തങ്ങളെ കൊണ്ട് ഇതാ മുന്നിടുന്നു ഇലാ റബ്ബി. ഈ ദുആഇന് ഇടയിൽ റസൂലുള്ളാഹിനെ നേരെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിടുകയാണ്. ഫീ ഹാജത്തി ഹാദിഹി ലിതുഖ്ലാ, ഈ ഒരു പ്രശ്നം തീർത്തു തരാൻ വേണ്ടി, തഖ്ലിയലി, എനിക്ക് ഈ പ്രശ്നം തീർത്തു തരാൻ വേണ്ടി ഞാൻ നിന്നിലേക്ക് നബിയെ തങ്ങളെ കൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നോക്കിങ്ങൾ, ഈ ദുആ ശരിക്കും പറഞ്ഞാല് നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം യാതൊരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ഈ ദുആ നമ്മളെ കാഴ്ചപ്പാട്. പക്ഷെ മുജാഹിദിന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ എടുത്തു വെക്കി. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുക, അങ്ങനത്തെ വല്ല സംശയം വന്നുപോയ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂൽ ഈ പറഞ്ഞു കൊടുത്ത ദുആ എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, അള്ളാഹിനോട് പറയാൻ, പടച്ചോനെ മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് പറയാണ്. ഇവരത് കേട്ടാൽ തന്നെ പറയും, എന്തിനാ ഈ മുന്നിലും പിന്നിലും നിർത്തണത്, എന്തിനാ? നേരെ അങ്ങോട്ട് ചോദിച്ചാൽ പോരെ. ഇത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ദുആണ്. ഇത് ശേഷം സഹാബാക്കളും ഈ ദുആ തന്നെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ തൗഹീദ് പഠിച്ച ആളുകളാണ്. ഇനി നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നു, വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും, ആരെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ജാഊക, അവർ വരണം, ഫസ്തഗ്ഫിറുല്ലാഹ്, നബിയെ തങ്ങൾ അടുക്കൽ അവർ വരണം, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവോട് ചോദിക്കണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ അല്ലാഹു ഓർത്തുവരും. എന്തിനാണ് ഇത് പറയുന്നത്? കാരണം അല്ലാഹുവോട് നേരെ അങ്ങോട്ട് ചോദിച്ചാ പോരെ. ഇത് ഖുർആനാണ്. വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക, നബിയെ തങ്ങൾ അടുക്കൽ അവർ വരണം, എന്നിട്ട് തങ്ങൾ അടുത്തുന്നവർ അല്ലാഹുവോട് ചോദിക്കുക, റസൂലുള്ളാഹി അവർക്ക് വേണ്ടി ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു കൊടുക്കുക. എന്തിനായി വളഞ്ഞു മൂക്കുടിക്കണത്? മുജാഹിദ് പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് തൗഹീദ് അറിയില്ലേ? അള്ളാഹു തആല എന്തിനാ അതൊക്കെ പറയണത്? ഈ ആയത്ത് വിശദീകരിക്കുമ്പോ ഒരാളല്ല, രണ്ടാളല്ല, ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇബ്നു കസീർ പറയുകയാണ്, മുജാഹിദുകൾ ഒറ്റയടിക്ക് പറയും ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുള്ള സംഭവമാണ്, ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോവാൻ പറഞ്ഞതാണ്. ജീവിതകാലത്ത് എന്താ? പടച്ചോൻ മരിച്ചിട്ടില്ലല്ലോ, പടച്ചോൻ ജീവനുള്ളവനല്ലേ, അത് എവിടുന്ന് വിളിച്ചാലും കേൾക്കൂലേ? എവിടുന്ന് വിളിച്ചാലും അല്ലാഹ് കേൾക്കൂലേ? റസൂലുള്ളാഹി ജീവിതകാലത്താണെങ്കിലും ശേഷമാണെങ്കിലും എന്തിനാ അവിടെ പോകേണ്ട കാര്യം? നേരെ പറഞ്ഞാ പോരെ. എന്നാൽ ഇത് ശരിയല്ല. മരണശേഷവും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ പറയുന്നു, യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീൻ, തെറ്റ് ചെയ്ത ആളുകളോട് അല്ലാഹു അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ അയതു ഇലാ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കൽ അവർ ചെല്ലണം. എന്നിട്ട് ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് അവരെന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ചോദിക്കണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം അവർക്ക് പുറത്തു തരാൻ. റസൂൽ ഏത്? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിന് ശേഷമാണ് ഇത് പറഞ്ഞിട്ട്, ഈ ആശയം പറഞ്ഞിട്ട് മഹാനായ ഇബ്നു കസീർ എന്നല്ല ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഉത്തുബിയുടെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ ഉത്തുബി റളിയല്ലാഹു അൻഹു അദ്ദേഹം കടന്നുറങ്ങി, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു, ഒരു അഹ്റാബി കടന്നു വരികയാണ്. അദ്ദേഹം വന്നിട്ട് റൗദ ശരീഫിൽ വന്നിട്ട് പറഞ്ഞു, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇഅ അദ്മുഹു فطاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുകയാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നത്, സക്കറ ജമാഅത്തും മിൻഹും അശ്ശൈഖ് അബൂ നസ്ർ ഇബ്നു സബ്ബാഗ്. ഇബ്നു സബ്ബാഗ് 400 ഹിജ്റ 400ലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഷാമിലി എന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആരാണ്? ഇബ്നു കസീർ പറയാൻ ഈ വളരെ പ്രസിദ്ധമായ ഒരു റിപ്പോർട്ടാണിത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ പണ്ഡിതൻ
ഈ ഖുർആന്റെ ആയത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നത്. ഇത് അവർ മാത്രമല്ല, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഈളാഹിൽ ഹജ്ജിനെ കുറിച്ച് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നസഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡസൻ കണക്കിന് മുഫസ്സിറുകൾ ഈ സംഭവം പറയാ. ഇത് പറഞ്ഞപ്പോ റസൂൽ തന്നെ കബറിങ്കൽ വന്ന് സഹായം ചോദിക്കണത്. എന്നിട്ട് ഈ ഉത്തുബി പറയാണ്, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, ഉറങ്ങുന്ന നേരത്ത് റസൂൽ തന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ റസൂൽ പറഞ്ഞു, ആ ആറാബിയെ ഉടനെ നിങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് പോയി അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞു. ഈ കാര്യം ഈ കിതാബിലൊക്കെ എഴുതുമ്പോ ഇത് ശിർക്കാണെന്ന് ഇബ്നു കതീറിന് മനസ്സിലായില്ലേ? ഇബ്നു കതീറിൽ ഈ സംഭവം ഉണ്ടല്ലോ. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇബ്നു കതീർ ഈ ഉദ്ധരിച്ചത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു സബ്ബാഗിന്റെ കിതാബ് ഷാമിൽ ഇബ്നു സബ്ബാഗ് ജനിക്കുന്നത് ഹിജ്റ 400-ലാണല്ലോ. അത്രയും 1000-ഓളം കൊല്ലം അദ്ദേഹത്തിന്റെ ഷാബിർ എന്ന് പറയുന്ന കിതാബിൽ ഈ ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രമാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നത്, ഇബ്നു കതീർ ഉദ്ധരിക്കുന്നത്, ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. അവരാരെങ്കിലും ഈ ചരിത്രം പറയുമ്പോൾ റൗദ ഷരീഫിൽ പോയി സഹായം ചോദിക്കലാണ് ഇതിലെ വിഷയം. അതുകൊണ്ട് അത് ശിർക്കാണേ മുഅ്മിനീങ്ങളെ എന്ന് ആരെങ്കിലും പറഞ്ഞോ? നൂറ്റാണ്ടുകൾ ഈ കിതാബ് അവർ കൈകാര്യം ചെയ്ത് അത് എടുത്ത് ഉദ്ധരിക്കുമ്പോഴും അവർക്ക് എന്തുകൊണ്ട് ശിർക്ക് മനസ്സിലായില്ല? അതിൻ്റെയൊക്കെ പുറമെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അതേ കാലഘട്ടത്തിലുള്ള അബൂ ജഅഫർ എന്ന് പറയുന്ന രാജാവ് എന്ന് പറയുന്നു, റൗദ ഷരീഫിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവസാനിപ്പിക്കുകയാണ്. റൗദ ഷരീഫിൽ ഞാൻ നിൽക്കുമ്പോ റസൂലുള്ളാഹിനെ മുന്നിട്ടാണോ നിൽക്കേണ്ടത്, അതല്ല ഞാൻ ഖിബലക്ക് മുന്നിട്ടാണോ നിൽക്കേണ്ടത് എന്ന് സംശയം ചോദിക്കുന്നു. ആ സമയത്ത് മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, മാലിക് ഇമാം സലഫുകളിൽപ്പെട്ട ആളല്ലേ, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ നേരെ തിരിയുക, വസ്തശ്ഫിഅ ബിഹി, റസൂലുള്ളാഹിനോട് ഇടതേടുക, റസൂലുള്ളാഹിനോട് മധ്യവർത്തിയാകാൻ ആവശ്യപ്പെടുക, ശഫാഅത്ത് ചോദിക്കുക. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്ന് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിച്ചാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞ് മാലിക് ഇമാം ഓതുകയാണ്. ഖാലല്ലാഹു തആല വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും. ഇമാം ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത പണ്ഡിതൻ മാലിക് ഇമാമിന് തൗഹീദ് തിരിഞ്ഞില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ഇവിടെ സാധ്യമാണോ? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് തൗഹീദ് മനസ്സിലായില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഈ നബവി ഇമാമും മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെയാണ് ഈ പറയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ വെച്ച് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണം, ഇടപാടുണ്ട് അതോ പാടില്ല എന്നാണോ സലഫ് സാലികളുടെ വിശ്വാസം? ഇനി ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, സമയം ഒരുപാട് കടന്നുപോയി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപാട് ഇവരുടെ വൈരുദ്ധ്യങ്ങൾ തന്നെ ഞാൻ ഒരുപാട് വായിക്കാനുണ്ട്. ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ കലവറകളാണ് വഹാബിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മളാരും ഇപ്പൊ പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീരണ കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ശർറിൽ നിന്ന് ഉമ്മത്തിനെ കാക്കട്ടെ.